അതെ, ഈ പെരുന്നാൾക്ക് കിട്ടിയ ബീഫൊക്കെ കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഇതാ ഈ ഒരു ബീഫ് ചിക്കൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കട്ടാ. അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ച് ബീഫാണ്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കട്ടെ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ബീഫ് വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ അത് കളയരുത് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമുക്ക് ഈ ബീഫൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാൻ വെച്ചിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കേട്ടോ, അത് ബീഫ് ഫ്രൈ ആക്കുന്ന സമയത്ത് കുറച്ചൊന്ന് വിട്ട് നിന്നോട്ടോ, കാരണം പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്രൈ മതി കേട്ടോ, വല്ലാണ്ട് ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ മാറ്റി വെക്കട്ടോ. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് ഓയിൽ മാത്രം എടുത്തിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി കട്ടാക്കിയത്, അതുപോലെ വറ്റൽമുളക്, പിന്നെ കുറച്ച് സവോള ചെറുതാക്കി കട്ടാക്കിയതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ. ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ബീഫ് ഫ്രൈ ആക്കിയിട്ടുണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മളെ ബീഫിൻ്റെ സ്റ്റോക്കില്ല അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബീഫ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ ബീഫ് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.